അപ്പൊ നമ്മൾ 2 ദിവസമായി വീഡിയോസ് ഒന്നും ഇടുന്നില്ല. വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ഇടാത്ത. പിന്നെ ഇന്നിപ്പോൾ എന്താ വന്നു വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കസിൻസ് മീറ്റപ്പ്, ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. എൻ്റെ കസിൻസ് ഉണ്ട് ഇവിടെ. അപ്പം നമ്മളിന്ന് അവരെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അച്ഛൻ വരും. അപ്പം നമ്മളിന്ന് അവരെ കാണാൻ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പം അതൊരു കുഞ്ഞു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അപ്പോൾ നമ്മൾ ഇതേപോലെ ഇടയ്ക്ക് നമ്മൾ മീറ്റ് ചെയ്യാറൊക്കെ ഉണ്ട്, പക്ഷേ സ്റ്റേ ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് മിക്കവാറും നമ്മൾ ഇന്ന് അവിടെ തന്നെ ആയിരിക്കും സ്റ്റേ. അങ്ങനെ അപ്പോൾ അതൊരു കുഞ്ഞു വ്ളോഗായിട്ട് കാണിച്ചു തരാം. അങ്ങനെ പിന്നെ വേറെന്താ, അപ്പോൾ എല്ലാവരും പോകുന്നുണ്ട് കേട്ടോ. ഞാൻ, ചന്തു, ചെറുത്, ചിന്നു, ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. പിന്നെ നാളെ ഒരു സർപ്രൈസ് ഉണ്ട്. ഞങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. നാളത്തെ ആ ഒരു സർപ്രൈസ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞായറാഴ്ച ഞങ്ങൾ ഔട്ട് ചെയ്യും. ഇപ്പം ഞങ്ങളെക്കാളും കൂടുതൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക ശങ്കരിക്കായിരിക്കും കേട്ടോ. ഒരു പൊടിക്ക് എനിക്ക് ഉറപ്പാണ്. ഉണ്ടാപ്പൂനായിരിക്കും നാളെ ഞങ്ങളെക്കാളും ഒരു പൊടിക്ക് എക്സൈറ്റ്മെന്റും സന്തോഷവും ഒക്കെ കൂടുതലുണ്ടാവുക. അപ്പം ആ വീഡിയോ എന്തായാലും വരും. നമ്മൾ കുറച്ച് ദിവസമായിട്ട് അതും പറഞ്ഞ് നമ്മളിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെന്റിലായിരിക്കുന്നേ. അങ്ങനെ പിന്നെ വേറെന്താ, ഒന്ന് റെഡി ആവണം. ചന്തു ഓഫീസിൽ നിന്ന് വന്നിട്ടില്ല. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബാക്കി വഴിയെ കാണിച്ചു തരാം. ഓക്കെ. അങ്ങനെ ചന്തു വന്നു. അപ്പോൾ പിന്നെ ഞാൻ പിന്നെ പോവാൻ റെഡി ആവാൻ തുടങ്ങി. ഒരു മോയ്സ്ചറൈസർ ഇട്ടു, ലിപ് ബാം ഇട്ടു, ലിപ്സ്റ്റിക്ക് ഇട്ടു, അത്ര തന്നെ. അത് കഴിഞ്ഞ് മുടിയും കെട്ടി ഞാൻ റെഡിയായി. അപ്പത്തിനും സൈഡിൽ ശംഖു റെഡി ആയിട്ടുണ്ടായിരുന്നു. Cukup bang, balik cukup bang. Cukup bang. Cukup bang baru. പോവാം. Puang. പോയിട്ട് വരാം ഗായ്സ്. അച്ഛ എവിടെ? കണ്ണൂർ റെസ്റ്റോറന്റ്. ചങ്കു ചങ്കു ഹായ് പറയൂ. ഹായ് പറയൂ. അതാ. അങ്ങനെ ഞങ്ങൾ ടാക്സിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ഇന്നലെ പിന്നെ വെള്ളിയാഴ്ച ആയതുകൊണ്ട് ടാക്സിയിലൊക്കെ നിറച്ച ആൾക്കാരായിരുന്നു. കുറേ എണ്ണൊന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചധികം നേരം വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അറ്റ് ലാസ്റ്റ് ഒരു ടാക്സി കിട്ടി. ടാക്സി കയറി. ആ ടാക്സി കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മേമയും മോളും കൂടിയിട്ടുള്ള ചെറിയ ചെറിയ കളികളാണ് ഇതെല്ലാം. കളിച്ച് അവസാനം കളി കാര്യമായി. മറ്റാളിതാ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവളെ. ഇത് നമ്മൾ പോകുന്ന വഴിക്ക് കണ്ട ഒരു ഫൗണ്ടെയിൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നി. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ കണ്ണുകളോട് ഒന്ന് ഒപ്പിയെടുത്തത്. അങ്ങനെ നമ്മളവിടെ എത്തി. ആകെ ഒരു 15 മിനിറ്റ് ഉള്ളൂ കേട്ടോ നമ്മുടെ റൂമിൽ നിന്ന്. കഴിഞ്ഞ 3 ചമ്മി പോയേ.
പിന്നെ താഴെ നോട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടാക്സിൻ്റെ അവിടെ ഇറങ്ങുന്ന സമയത്ത് നീ പുറത്തെ സഞ്ചി ഹലോ ഇതാണ് ചിത്തു, അവളോട് ഒരു ഇവന്റ് മാനേജ്മെന്റ് കമ്പനി നടത്താം കേട്ടോ. അതെന്തിനാ ചിന്നുവിനെ പോയി കെട്ടിപ്പിടിച്ചപ്പത്തിനോ? ഏട്ടനേലും എടുത്തോ. ഇവിടെ 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 കണ്ണാട കണ്ണാട. ആ വെച്ചോ 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 വെച്ചോ. അതെ അതിന്റെ ബാഗിലിട്ടോ. അത് വലിയ കണ്ണാട കണ്ണാ. ഇങ്ങനെ എടുത്ത് വെച്ചാ മതിയോ? നമുക്ക് ചെറിയ കണ്ണട വാങ്ങാട്ടാ. അത് വേറെ ബാഗല്ലേട്ടാ. അതാ മേമ വെച്ചേരും, മേമ വെച്ചേരും. അപ്പം ഇതാണ് അരുൺ. അവൻ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ ഞാനും വരും അല്ലേ? അതാ മാമനല്ലേ അത്, മാമൻ. അതാ മാമനല്ലേ അത്. എവിടെ കണ്ടേ? ഒളിച്ചു കണ്ടോ? ദോശപ്പാപ്പ് കഴിച്ചോളൂ. ദോശപ്പാപ്പ് നിങ്ങളുടെ കണ്ണൂർ ഒരു ദോശയില്ലേ, അരി ദോശ, ഒരു ഓയിലിടുന്ന വേറെ ടൈപ്പ് ദോശ. നമ്മുടെ അല്ല, മനസ്സിലായില്ല? പുളിക്കുന്ന ദോശയല്ല. ഒളിച്ചു ഒളിച്ചു. എവിടെ നമ്മുടെ കുട്ടി? എവിടെ? ഇത് ഒരു ഹോളിൻ്റെ ഒരു പോർഷനാണത്. അവൾക്കാണെങ്കിൽ ആ സ്പേസ് ഭയങ്കര ഇഷ്ടമായി. അവൾ എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി ഇരിക്കുകയായിരുന്നു. ഞങ്ങളുടെ അടുത്ത് ഇരിക്കാണ്ട് മറ്റാൾ സ്വന്തമായിട്ട് അവിടെ പോയി ഒറ്റയ്ക്ക് ഒളിച്ചിരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. ഞങ്ങൾ ഉണ്ടാക്കിയ പനീർ ബട്ടർ മസാല കണ്ടോ? കണ്ടു അടിപൊളി ഉണ്ടാക്കിയത്. അതൊക്കെ നല്ല റെസിപ്പി അറിയാം, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല അങ്ങനെ പിന്നെ രാത്രിക്കുള്ള ഫുഡിൻ്റെ പരിപാടി ഓർഡർ ചെയ്യാന്നുള്ളത് ക്യാൻസലാക്കി ഉണ്ടാക്കാന്നുള്ളതിലെത്തി. അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു. അവർ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടാണ്. മീമി പറയൂ, മീമി പറയൂ. ശങ്കു, മീമി എവിടെ? മീമി എവിടെ? ആ അതാ. ഞാൻ വെള്ളം ഇവളുടെ കേട്ടോ മീമിയുടെ മീമി. ആ സൈഡിൽ നിന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. അത് പറ്റും. അതെ നമ്മളൊക്കെ എനിക്ക് പറ്റും. പിന്നല്ല സ്ട്രോബെറി. അതാ ചാടുന്നു. എല്ലാരും വിചാരിക്കും ഞാനാണ് ഇവിടെ കുക്ക് ചെയ്യുന്നത്. അയ്യ, അത് വെറും പ്രഹസനം മാത്രം. അമ്പാളോ അതിനൊക്കെ നോക്ക് നോക്ക്. വ്ളോഗിനുള്ള കണ്ടന്റ് വന്നിട്ട് കുക്ക് ചെയ്യണ്ടെന്ന് പോലും. ഫുഡ് വ്ളോഗർ ആയില്ലേ ഇന്ന് ഫുഡ് ബ്ലോഗ്. BGM ഇതാണ് കട്ടിംഗ് സ്പെഷ്യലിസ്റ്റ് ചിന്നു ഫ്രം പൊന്നാനി. ഇതാണ് കടുകടൽ സ്പെഷ്യലിസ്റ്റ് അച്ചു ഫ്രം കടവല്ലൂർ. ഞാൻ ചന്തു ഫ്രം കണ്ണൂർ. അതെ, ഇരുന്നോട്ടെ. അതിലില്ല. അങ്ങനെ ഡിന്നറിന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് കപ്പയും മീൻകറിയും മീൻ ഫ്രൈയും ആയിരുന്നു. പിന്നെ കുറച്ച് പൊറോട്ട ഉണ്ടായിരുന്നു, കാരണം പൊറോട്ട നമ്മളെ മലയാളികളുടെ ദേശീയ ഭക്ഷണമല്ലേ. മീൻകറി അങ്ങനെ റെഡിയായി. കപ്പ ഒരു സൈഡിൽ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഫ്രൈ അരുണാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അവനാണ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മീൻ. കപ്പ നൈറ്റ്, കപ്പ മീൻകറി നൈറ്റ്. രണ്ടെണ്ണല്ലേ ഇടാൻ പറ്റുള്ളൂ.
എന്താ എന്ത് സംഭവിക്കാൻ? then നമ്മുടെ ശംഖുവിന് നമ്മൾ ഇടിയപ്പമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവൾ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഉറക്കം വരലും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വേഗം അവൾക്ക് ഫുഡ് കൊടുക്കാൻ നോക്കുമായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ കപ്പ റെഡിയായി, മീൻ ഫ്രൈ റെഡിയായി, ഓൾ സെറ്റ് ഫോർ ദ ഡിന്നർ. കുക്കർ അവളെന്നെ പറഞ്ഞു. ഫൈനലി ഇതാണ് നമ്മുടെ ഒരു ഡിന്നർ സെറ്റപ്പ്. കപ്പ പുഴുങ്ങിയത്, മീൻ കറി, മീൻ ഫ്രൈ ആൻഡ് നമ്മളെല്ലാവരും കൂടെ വട്ടളഞ്ഞിരുന്ന് ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. ചിത്തു ആണ് എൻ്റെ കസിൻ, എൻ്റെ അച്ഛൻ്റെ ഏട്ടൻ്റെ മോളാണ്. അരുൺ അവളുടെ ഹസ്ബൻഡാണ്. ആൻഡ് നമ്മളെല്ലാവരും കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി പറഞ്ഞു. പക്ഷേ അതിൻ്റെ വോയിസും കാര്യങ്ങളൊന്നും ഇതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ബാക്കിൽ നമ്മളൊരു വൈബിന് വേണ്ടിയിട്ട് പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കോപ്പിറൈറ്റ് ഇഷ്യൂസൊക്കെ വരുന്നതുകൊണ്ട് നമുക്കിതിൻ്റെ വോയിസസും കാര്യങ്ങളൊന്നും ആഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ശംഖു ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ സോഫയിൽ കിടത്തിയിട്ട് ഉറക്കുമായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും കൂടി കുറേ വീട്ടുവിശേഷങ്ങളും നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ കുറച്ച് നേരം. അങ്ങനെ പിന്നെ ശംഖു ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കുറച്ച് കൊക്കക്കോള ഉണ്ടായിരുന്നു, കുറച്ച് കൊക്കക്കോള കുടിച്ചു. കാരണം അവൾ ഉറങ്ങിക്കഴിഞ്ഞാലേ കുടിക്കാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ അവൾക്കും വേണ്ടി വരും. പിന്നെ ഇതേപോലെ ഞങ്ങളുടെ ചർച്ചകൾ ഇങ്ങനെ സിനിമയും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെയും നീണ്ടുപോയി. ആൻഡ് നാളെ ഒരു സ്പെഷ്യൽ വ്ളോഗ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം, ഒരു സർപ്രൈസ് വ്ളോഗ്. അത് കഴിഞ്ഞ് ഒരു 2 മണി വരെ ഈ ഒരു ചർച്ചകൾ ഇങ്ങനെ നീണ്ടു കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ.